بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. ഇന്ന് വായിക്കാൻ പോകുന്നത് ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുള്ളയുടെ ഒരു ഫത്വയാണ്. ആ ഫത്വയിൽ അദ്ദേഹം പറഞ്ഞതാണ്, യൂസുഫുൽ കർദാവി ഹദീസ് വിജ്ഞാനത്തിൽ അറിവില്ലാതെ അഭിപ്രായം പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ദുരന്തമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുള്ള ഇവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി. അപ്പോൾ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞതാണ് ഈ വാക്യം. ആ ഫത്വ നമുക്ക് ഇപ്പോൾ വായിക്കാം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. യൂസുഫ് കർദാവിയുടെ ഫത്വകൾ ഇഖ്വാനുൽ മുസ്ലിമീൻ, ജമാഅത്തെ ഇസ്ലാമി സംഘടനകൾ അവരുടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ലോകവ്യാപകമാക്കുകയും ചെയ്തു. ഈ ഫത്വകൾ മറ്റ് ബിദഈ സംഘടനകളെയും കക്ഷികളെയും വരെ സ്വാധീനിച്ചു. കാരണം വിജ്ഞാനം തേടുന്നതിൻ്റെ അടിസ്ഥാനങ്ങൾ അറിയാത്തവർ ആരിൽ നിന്ന് വേണമെങ്കിലും മതം പഠിച്ചെടുക്കാറുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അവൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കും. ഇത് അബൂദാവൂദും തിർമിദിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേപോലെ സഹാബികൾ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ച മഹാനായ താബി പണ്ഡിതനായ ഇമാം ഇബ്നു സിരീൻ റഹിമഹുള്ള പറഞ്ഞു, ഫഇന്ന ഹാദൽ ഇൽം ദീനുൻ ഫൽയൻദുറു അമ്മൻ തഖുദൂന ദീനക്കും. തീർച്ചയായും ഈ വിജ്ഞാനം മതമാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ മതം ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നതെന്ന് ശ്രദ്ധാപൂർവം നോക്കട്ടെ. ഇത് ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സഹീഹ് മുസ്ലിമിൻ്റെ മുഖദ്ദിമയിൽ ഉദ്ധരിച്ചതാണ്. കർദാവിയുടെ ഫത്വകൾ ബിദ്ഈ സംഘടനകളിലൂടെയും കക്ഷികളിലൂടെയും സാധാരണക്കാരിലേക്കും വ്യാപിച്ചു. അതുവഴി സത്യത്തിൽ നിലകൊണ്ടിരുന്ന നിരവധി പേർ വഴിതെറ്റാൻ കാരണമായി. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഫത്വ വായിക്കാം. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, ആദരണീയനായ ഷെയ്ഖ്, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ, എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ ശബ്ദം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഇതേ തലക്കെട്ടിലുള്ള ഈ ലേഖനവും ലിങ്കും കാണാം. ഇതേ തലക്കെട്ടിലുള്ള ലിങ്ക് കാണാം. ആ ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് എന്താണ് വീഡിയോയിൽ ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുള്ളയുടെ ശബ്ദം കേൾക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചോദിക്കുകയാണ്, ഡോക്ടർ അൽ കർദാവി പുറത്തിറക്കിയൊരു പുതിയ പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. മുസ്ലിം സമൂഹത്തിൻ്റെ ഭിന്നത, അതിൻ്റെ അവസാന ഭാഗം, ഒരു കക്ഷിയൊഴികെ എല്ലാവരും നരകത്തിലാണ് എന്ന വാചകം കെട്ടിച്ചമച്ച ഒരു കൂട്ടിച്ചേർക്കലാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അതായത് അത് യഥാർത്ഥ ഹദീസിൻ്റെ ഭാഗമല്ല എന്ന്. അപ്പോൾ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറയുന്നു, ഒന്നാമതായി എൻ്റെ പ്രിയ സഹോദരി ഉമ്മു ഒമർ, ഒരു പ്രത്യേക വിജ്ഞാന മേഖലയെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരെയും ശ്രദ്ധിക്കരുത്. ഷെയ്ഖ് അൽ കർദാവി ഹദീസ് ശാസ്ത്രത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥം രചിച്ചതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അറിയാമോ? ഒരു പുസ്തകമോ ഒന്നിലധികം പുസ്തകങ്ങളോ മുഴുവൻ വോള്യങ്ങളോ രചിച്ചിട്ടുണ്ടോ? അൽ കർദാവിയെ പോലുള്ള വ്യക്തികൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഒരു ദുരന്തമാണ്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും രീതിശാസ്ത്രവും പാതിയും പിന്തുടരുന്ന യുവാക്കൾക്കെതിരെ അവർ വലിയ പ്രതിഷേധമുയർത്തുന്നു. ആരെങ്കിലും അവരോടൊരു വിധി ചോദിച്ചാൽ, എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ, അവരെ നിങ്ങൾ എന്തിനാണ് എല്ലാത്തിനും തെളിവ് ചോദിക്കുന്നത്? നിങ്ങൾ നിയമജ്ഞരെയും വിദഗ്ധരെയും അനുസരിക്കണം എന്ന് പറഞ്ഞ് ശകാരിക്കുന്നു. എന്നിരുന്നാലും യുവാക്കളെ വിമർശിച്ച അതേ കാര്യത്തിൽ അവർ തന്നെ അതിൽ വീഴുന്നു.
അവർ മുതിർന്നവരായിട്ടും അവർ ഹദീസ് ശാസ്ത്ര പണ്ഡിതന്മാരോട് ചോദിക്കുന്നില്ല. തീർച്ചയായും എനിക്ക് അൽ കർലാവിയെ വ്യക്തിപരമായി അറിയാം. ഞാൻ കുറച്ചുകാലം ഖത്തറിൽ താമസിക്കുകയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇസ്ലാമിക സർവ്വശാലയിൽ വെച്ച്, സുപ്രീം കൗൺസിൽ എന്നറിയപ്പെടുന്ന കൗൺസിലിൽ വെച്ച് അദ്ദേഹവുമായി പല പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം എൻ്റെ പാണ്ഡിത്യത്തെ വിശ്വസിക്കുന്നു. ഈ മേഖലയിൽ ഞാൻ എത്രത്തോളം ഉറച്ച നിലയിലാണെന്ന് അദ്ദേഹത്തിനറിയാം. എന്നിട്ടും ഇപ്പോൾ ഇസ്ലാമിക ലോകത്തിലെ ചില നിർഭാഗ്യകരമായ യാഥാർത്ഥ്യങ്ങളെ ന്യായീകരിക്കാൻ അദ്ദേഹം ദുർബല ഹദീസ് ആധികാരികമാക്കുന്നതും ആധികാരിക ഹദീസ് ദുർബലമെന്ന് മുദ്രകുത്തുന്നതും നിങ്ങൾക്ക് കാണാം. അതിനാൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ മനസ്സിലാക്കണം. അറബി പഴഞ്ചൊല്ല് പറയുന്നു, തോളിനെ എങ്ങനെ ഭക്ഷിക്കുന്നു എന്ന് അറിയണം. ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഏതൊരു വിജ്ഞാന മേഖലക്കും വിദഗ്ധരുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ചെവി വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അയാൾ ഏതെങ്കിലും ഡോക്ടറുടെ അടുത്തേക്ക് പോകില്ല. ഉദാഹരണത്തിന്, ഒരു കുഴൽ വിദഗ്ധൻ പകരം അവൻ ഒരു ചെവി വിദഗ്ധൻ്റെ അടുത്തേക്ക് പോകുന്നു. അത്തരം വൈദഗ്ധ്യം അത്യന്താപേക്ഷിതമാണ്. ഇത് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥങ്ങളിലൊന്നാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. ഫസ്അലു അഹ്ലൽ സിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. സൂറത്തുൻ നഹ്ൽ 16-ാം അധ്യായം 43-ാം വചനാണ്. അപ്പോൾ അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. അപ്പോൾ കർദാവിയൊന്നും എന്താണ്, ഹദീസ് വിദഗ്ധരോട് ചോദിക്കാതെ അവരവരുടെ അഭിപ്രായം പറയുകയാണ് ചെയ്തത്. അങ്ങനെ ദുർബല ഹദീസിനെ സഹിഹാക്കുകയും സഹിഹായ ഹദീസിനെ ദുർബലമാക്കി, അങ്ങനെ അവർ വലിയ ദുരന്തമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അൽ കർലാവി, അൽ ഗസാലി ഹദീസ് ശാസ്ത്രത്തിൻ്റെ വിദഗ്ധരല്ല. പ്രത്യേകിച്ച് ഹദീസുകളെ ആധികാരികവും ദുർബലവുമാക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും വിജ്ഞാനമുണ്ടെങ്കിൽ അത് പരമ്പരാഗത കർമ്മശാസ്ത്രത്തിൻ്റെ വിജ്ഞാനമാണ്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേരിട്ട് ഉരുത്തിരിഞ്ഞ കർമ്മശാസ്ത്രത്തിലല്ല. ഞാൻ നിങ്ങളുടെ സമയത്തിൽ വളരെയധികം ചെലവഴിച്ചു. ആദ്യം എൻ്റേതും പിന്നീട് നിങ്ങളുടേതും ദയവായി എന്നോട് ക്ഷമിക്കൂ. ഈ വിളി അവസാനിക്കുന്നതിനായി കാത്തിരിക്കുന്ന മറ്റു വിളിക്കുന്നവർക്ക് വഴി ഒരുക്കുന്നതിനായി തൽക്കാലം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ ചോദ്യകർത്താവ്: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ജസാക്കുമുല്ലാഹു ഖൈറ. അപ്പോൾ ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് വ ഇയ്യാക്കും, ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമ്മൾ ആരെടുത്താണ് ദീൻ എടുക്കുന്നത്, ആരെടുത്താണ് ദീൻ പഠിക്കുന്നത് എന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.